പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന ആരോപണം. പന്തളം ചേരിക്കൽ സ്വദേശിനി ശ്യാമളയാണ് മരിച്ചത്. 6 ദിവസമായി ചികിത്സയിലുണ്ടായിരുന്ന ശ്യാമളയ്ക്ക് പരിചരണം കിട്ടാതെയാണ് മരിച്ചതെന്ന് ഭർത്താവും മകളും ആരോപിച്ചു. മെഡിക്കൽ നെഗ്ലിജൻസ്. ഞാൻ തീരെ വയ്യാത്ത ഒരാളെ ഡ്യൂട്ടി നഴ്സിനെ പല തവണ വിളിച്ച് ഞാൻ പറഞ്ഞു, തീരെ വയ്യ, ശ്വാസം മുട്ടൽ പ്രശ്നങ്ങൾ ആയിട്ട് പല തവണ ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല. 3 മണിക്ക് അവർക്ക് കിടന്ന് ഉറങ്ങണമായിരുന്നു. ഞാൻ ലാസ്റ്റ് അവരെ വിളിച്ചത് 3 മണിക്കാണ്. 3 മണിക്ക് അവർ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് മരിച്ചുപോയ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് അവർ ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അമ്മ പറഞ്ഞാൽ ഗ്യാസിൻ്റെ ആയിരിക്കും. അങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്താണോ ചോദിക്കേണ്ടത്? പേഷ്യൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത്. ഇവർ ഡയഗ്നോസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇവർക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇവർക്ക് കാര്യങ്ങളുണ്ട്, ഇവർ അതൊന്നും ചെയ്യാതെ ആ അമ്മ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾക്കാണോ പ്രശ്നം? നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്ക് കൊച്ചെന്ന്. ഇങ്ങനെയാണ് ഉത്തരവാദിത്തം. ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ചികിത്സാ പിഴവ് തന്നെയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് ഒരു മാറ്റവും ഇല്ല. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും പലപ്പോഴായിട്ട് ഇവർക്ക് ശ്വാസം മുട്ടലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഞങ്ങൾ പലപ്പോഴും ഈ സിസ്റ്റർമാരെ, അവിടെ ഉണ്ടായിരുന്ന അതുപറ്റിയ സിസ്റ്റർമാരാണല്ലോ, ആ സിസ്റ്റർമാരെ നിരവധി തവണ സമീപിച്ചിട്ടും അവരെ ബന്ധപ്പെട്ട ഡോക്ടർമാരെ അറിയിക്കുകയോ അത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കുന്നതിന് പകരം കൊച്ചു കിടന്നുറങ്ങ്, നിങ്ങൾ കിടന്നുറങ്ങ്, രോഗമുള്ളവരൊക്കെ അങ്ങനെ അവരുടെ അടുക്കെ ഇരുന്ന് അവരെ ടെൻഷൻ അടിപ്പിക്കാതെ എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ പോലും അത്യാവശ്യം ഒരു സാമാന്യ നീതി, ഒരു മനുഷ്യത്വം ഈ നഴ്സിങ്ങും ഒക്കെ കഴിഞ്ഞു വരുന്നവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവാദിത്വവും ഒരു ദൈവവും കാരുണ്യവും സഹാനുഭൂതിയും ഒന്നുമില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് എൻ്റെ ഭാര്യ, എൻ്റെ കൊച്ചിൻ്റെ അമ്മ ഇന്നിങ്ങനെ പോകേണ്ടി വന്നത്.